ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി നിൽക്കുന്ന കണ്ട് നിങ്ങൾ ഓർക്കും, ഈ ചേച്ചി എന്താ രാവിലെ ഇന്ന് കുളിച്ച് തലക്കെട്ടൊക്കെ കെട്ടി നിൽക്കുന്നതെന്നല്ലേ? അന്നേരം ഇത് രാവിലെ അല്ല കേട്ടോ, സന്ധ്യയായപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ വൈകുന്നേരം മുതലുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലത്തേക്ക് ഞാൻ ഇന്നലെ വൈകിട്ടേ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് ഒരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു. കുറേ ദിവസമായി ഒരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എടുക്കാം നാളെ എടുക്കാമെന്ന് പറഞ്ഞ് വെച്ച് അതെന്തായാലും ഒരു പരുവമായി. അന്നേരം ഞാൻ ഇന്ന് വൈകുന്നേരം അതിരുന്നെടുത്ത് അത് കുറച്ച് നല്ല ചുളകളൊക്കെ കിട്ടി. വരിക്കച്ചക്ക ആയതുകൊണ്ട് ഒരുപാടങ്ങ് അളിഞ്ഞു പോയില്ല കേട്ടോ. കൂഴയായിരുന്നെങ്കിൽ നല്ലതായിട്ട് അളിഞ്ഞു പോയേനെ. ഇത് ശരിക്കും പഴുത്തു പോയി. അന്നേരം അതിൻ്റെ ചുളകളൊക്കെ എടുത്തിട്ട് ഞാൻ നല്ലവണ്ണം മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്ത് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് അരിപ്പൊടിക്കകത്താണ് ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല കേട്ടോ. കാരണം കുറേ സമയം ഞാനിത് വേകാനായിട്ട് വെച്ചു. അത്രയും ഒരു ഇത് വരത്തില്ല, ഗോതമ്പ് പൊടിക്കകത്ത് ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ഒരു കട്ടി വരത്തില്ല കുമ്പളപ്പത്തിന് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ചക്ക ഇനി കൂടിപ്പോയതാണോ എന്നും അറിയത്തില്ല. എൻ്റെ കുമ്പളപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒന്ന് അങ്ങ് ഒരുമാതിരി അങ്ങ് കൈകൊണ്ട് തൊടുമ്പോൾ അങ്ങ് ഒരു എന്താണ് ഉറപ്പില്ലാത്ത ടൈപ്പായിരുന്നു കേട്ടോ. കാരണം ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചു, രാവിലെ ആയപ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ലാതായി. അതുകൊണ്ട് രാത്രിയിലൊന്നും മക്കൾ കഴിച്ചില്ല കേട്ടോ. കാരണം ആറി വന്നപ്പോഴാണ് ശരിക്കും ഇത് ഉറച്ചത്. പക്ഷെ നമ്മുടെ ഈ ആട്ടപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അന്നേരം തന്നെ നല്ലതായിട്ടിരിക്കും. അങ്ങനെ ഞാൻ കുമ്പളപ്പമൊക്കെ അവിടെ ഉണ്ടാക്കുവാണ്. അന്നേരം ടിനോപ്പൻ കുമ്പളല തന്നെ വേണം, വഴനില വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ പറിച്ചുകൊണ്ട് തന്നാണ് കേട്ടോ. ഞാൻ വാഴയിലേക്കകത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ലേ എനിക്കിത് തന്നെ വേണമെന്നും പറഞ്ഞ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വേകുന്ന സമയത്ത് അവർ സൈക്കിൾ അപ്പൂസിൻ്റെ കേടായി, അത് ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ നമുക്ക് കുറച്ച് ജോലിയൊക്കെ കുറവാണ്. ഇങ്ങനെയൊക്കെ തലേ ദിവസം ഒന്ന് ഉണ്ടാക്കി വെച്ചല്ലേ, അങ്ങനെ എല്ലാം ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അടയൊക്കെ ആണെങ്കിൽ നമുക്ക് പുഴുങ്ങിയൊക്കെ വെക്കാം. എന്നിട്ട് ഞാൻ അടയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ഇവിടെ. അന്നേരം പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. രാവിലെ തന്നെ വള്ളമൊക്കെ നമ്മുടെ ഇതിലേ കൂടെ രാവിലെ തന്നെ ഇങ്ങനെ മണ്ണും കല്ലും അങ്ങനെയൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മുടെ മീൻകാരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ ചേട്ടൻ പോയി നിന്ന് മീൻ വാങ്ങുവാണ് രാവിലെ കേട്ടോ. അയലയാണ് കിട്ടിയിരിക്കുന്നത്. അന്നേരം നമുക്കറിയാവുന്ന ഒരാളാണിത് കേട്ടോ, നമ്മുടെ അവിടെ ഉള്ളതാണ്. അന്നേരം വീഡിയോയ്ക്കാണെന്ന് അറിയാം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ടാറ്റയൊക്കെ തരുവാണ്. അന്നേരം നമ്മുടെ കുമ്പളപ്പമൊക്കെ ഇന്നലത്തെ ആറി വന്നപ്പോൾ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം അങ്ങ് എന്താണ് ഇലയിൽ ഇങ്ങനെ ഒട്ടുന്ന പോലൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കിയതുകൊണ്ട് ആണ് കേട്ടോ. മറ്റേതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒന്നുകൂടെ. ഇത് നമ്മളെല്ലാം ചേർത്താണ് ഏലക്കായും ജീരകവും തേങ്ങായും ശർക്കരയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നേരം പിന്നെ കാപ്പി നമുക്ക് ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. നേരെ വന്ന് ഞാൻ ചായയൊക്കെ തിളപ്പിച്ചിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ മീൻ വാങ്ങിയത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവരൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് അത് വെട്ടി കറി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലേ. അന്നേരം ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. ഇങ്ങനെ കുമ്പളപ്പോ അടയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ചൂടായ സമയത്ത് അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ചോറ് കൊടുത്ത് വിടാൻ വേണ്ടി. അന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ പഴയ 2 കൂട്ടുകാരികൾ എന്നെ വിളിച്ചായിരുന്നെന്ന്, ഇങ്ങനെ കമൻ്റ് ഇട്ട് എന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ. അതിലെ ഒരു കൂട്ടുകാരി യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ. ശരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവൾക്ക് ഭയങ്കര ഒരാഗ്രഹം ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. വർഷങ്ങളായിട്ട് അവൾ ആഗ്രഹിക്കുന്നതായിരുന്നു. അന്നേരം അവിടെ മോനൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. പയ്യനാണ്, സ്കൂളിൽ പഠിക്കുന്ന മോന് കേട്ടോ. അന്നേരം അത് കുറച്ച് നാളായിട്ട് ഇപ്പം ചാനൽ നിർത്തി വെച്ചിരിക്കുകയാണ്, പഠിക്കുന്നതൊക്കെ ആയതുകൊണ്ട്. അന്നേരം അവൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ എനിക്ക് നിൻ്റെ വീഡിയോ കണ്ടപ്പം തൊട്ടേ എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ നേരത്തെ മുതൽ ആഗ്രഹിക്കുന്ന, ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുമെന്നും പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞു അതിനെന്നാ നീ തുടങ്ങുക, നിനക്ക് കഴിവുണ്ടെങ്കിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അന്നേരം മോനെല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ
ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ചിലർക്ക് ഇത് കാണുമ്പോൾ അയ്യേ വീട്ടിലെ കാര്യങ്ങൾ എന്തിനായി കാണിക്കുന്നത്, നമ്മുടെ ചട്ടിയും കലവും പാത്രങ്ങളും കഞ്ഞിയും കറിയും വീട്ടിൽ വെക്കുന്നതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്, അങ്ങനെ ഒരു ചിന്താഗതി വരും. അത് ഈ ചാനലിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. കാരണം ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങൾ, മീൻസ് ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കാണിക്കുന്നത്. നമ്മുടെ നാടൻ വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ, ഡേ മൈ ലൈഫ്, നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ, നമ്മൾ പുറത്ത് പോകുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇടുന്നത് കേട്ടോ. അന്നേരം അതൊക്കെ അറിയാവുന്നവർക്കറിയാം ഈ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അത് ഒക്കെ അറിയാത്തവരാണ് ഈ കലവും ചട്ടിയും കാണിച്ചുകൊണ്ട് കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ എന്തിനാ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അന്നേരം അങ്ങനെ നമ്മുടെ കൂട്ടുകാരി ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ. തനി നാടൻ രുചിക്കൂട്ടെന്നും പറഞ്ഞ് ഒരു ചാനലാണ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ, നീ കാരണമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നിന്നെ കണ്ട് മുട്ടിയില്ലായിരുന്നെങ്കിൽ, ശരിക്കും ഞങ്ങൾ കണ്ടില്ല, ഇങ്ങനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനൊരാഗ്രഹം ഉള്ളിൽ ഒതുക്കി കഴിയത്തേ ഉള്ളായിരുന്നു. പക്ഷേ നീ എനിക്ക് പ്രചോദനം, ഞാനിങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അന്നേരം അവൾ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. അന്നേരം ഞാൻ മുഖാന്തരം വേറെ ഒരാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അന്നേരം എല്ലാവരും ഇതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ കേട്ടോ, ജോലിയുള്ളവരോട് ഞാൻ പറയുന്നില്ല, വെറുതെ നമ്മൾ വീട്ടിലെ ജോലിയും ചെയ്ത് ജോലി കഴിയുമ്പോൾ പോയി കിടന്ന് ഉറങ്ങാതെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇതിനകത്ത് വേറെ സ്പെഷ്യലായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ് ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത്. അന്നേരം ഇതുപോലുള്ള ഒരുപാട് ചാനലുകൾ കണ്ടു തന്നെയാണ് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഞാനും ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ പിന്നെ എനിക്കൊരു ശകലം പോലും ടൈം കിട്ടാറില്ല. കാരണം രാവിലെ മുതൽ നമ്മളിങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുക, പിന്നെ അത് ഉച്ച കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, വീണ്ടും നമ്മുടെ ജോലി ചെയ്യുക. അന്നേരം നമുക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല കേട്ടോ. ടെൻഷൻ അടിച്ച് അതോ ഇത് ഓർത്തിരിക്കാനോ ഒന്നും നമുക്ക് നേരമില്ല. കാരണം നമ്മുടെ ഒരു ജോലിയാണിത്. ഡെയിലി നമ്മൾ വീഡിയോ എടുക്കുക, ഇടുക. ശരിക്കും ജോലിക്ക് പോകുന്നവർ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുന്നു, അവർക്ക് ശമ്പളം കിട്ടുന്നു. നമ്മൾ നമ്മുടെ ഒരു ജോലിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കാരണം ഡെയിലി നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ. എന്നും വീഡിയോ ഇടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ എനിക്ക് എന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെ എങ്ങോട്ടും പോകാറില്ല. അതുകൊണ്ടാണ് ഇപ്പം ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നത്. അന്നേരം അവൾ എന്നോട് പറയുമായിരുന്നു, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി എന്ത് കഷ്ടപ്പാടാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ശരിക്കും വീഡിയോ കണ്ടിരിക്കുമ്പോൾ 10 മിനിറ്റേ ഉള്ളൂ, നല്ല രസമാണ് വീഡിയോ കണ്ടിരിക്കാനെന്ന് അവൾ പറഞ്ഞായിരുന്നു. പക്ഷേ അവൾ ഒറ്റ ദിവസം വീഡിയോ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ കുത്തിയിരുന്നിട്ടേയില്ല, രാവിലെ മുതൽ തുടങ്ങിയതാണ് വീഡിയോ പിടുത്തം. അന്നേരം എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ മോനായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നവരെ അന്നേരം എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം സമ്മതിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം ഒന്നും എഡിറ്റ് ചെയ്യാനും തമ്പനയിൽ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം എൻ്റെ ടിനോപ്പനാണ് ചെയ്തു തന്നെ കേട്ടോ. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം തന്നെ പഠിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂട്ടുകാരി യൂട്യൂബ് ചാനൽ തുടങ്ങിയ കഥകളാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ അപ്പോസ് രാവിലെ പോയി, വള്ളക്കാരൻ ചേട്ടൻ വന്നു. അരിയൊക്കെ രാവിലെ ചോറൊക്കെ വെന്തായിരുന്നല്ലോ, പിന്നെ ഞാൻ അയലയായിരുന്നു അത് വെട്ടി നമ്മുടെ പട്ടിക്ക് ടിപ്പുവിന് കൊണ്ട് തല കൊടുക്കാൻ പോയതാണ് കേട്ടോ. അതെല്ലാം നല്ലവണ്ണം തേച്ച് കഴുകി നമ്മുടെ കല്ലൊക്കെ ഒന്ന് തേച്ച് കഴുകിയിടുകയാണ്. ഇനി നമുക്ക് അയലക്കറി വെക്കണം, പിന്നെന്താണ് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കണം കേട്ടോ. അന്നേരം ഇന്നലത്തെ നമ്മുടെ ചെമ്മീൻ വെട്ടുന്ന കണ്ട് ആരോ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബീനായ്ക്ക് നടുവേദനയല്ലേ കുറേ നേരം ഇങ്ങനെ നിന്നുകൊണ്ട് വെട്ടാതെന്നും പറഞ്ഞ്. ശരിയാണ് കേട്ടോ, ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ശരിക്കും നിന്നുകൊണ്ട് ഈ മീൻ വെട്ടുന്നത്. അന്നേരം ചെമ്മീൻ കുറേ നേരം നിന്നുകൊണ്ട് വെട്ടിയിട്ട് ഞാൻ പോയി ഇരുന്നായിരുന്നു കേട്ടോ, കാല് കഴിച്ചപ്പോൾ. അന്നേരം ശരിക്കും ഓർത്ത് വെച്ചുകൊണ്ട് ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരു കമൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു,
മീനെ ഇരുന്ന് ചെമ്മീനൊക്കെ പൊളിക്കണമെന്നും പറഞ്ഞ് അന്നേരം ഇത്രത്തോളം എൻ്റെ കാര്യമൊക്കെ ഓർത്തിരുന്ന് കമൻ്റ് ഇടുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും ഞാൻ മറന്നുപോയ കാര്യമാണ് എന്നെ ആ കമൻറ്റിൽ കൂടെ ഓർപ്പിച്ചത്. അന്നേരം നമ്മുടെ മീനൊക്കെ തേണ്ട് വെട്ടി വന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ നാടൻ രീതിയിലുള്ള അയലക്കറിയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയൂടെ വെക്കണം കേട്ടോ. നല്ല പച്ച കോവയ്ക്കയാണ്, അത് നമുക്ക് മെഴുക്കുവരട്ടിയൂടെ വെക്കണം. അന്നേരം ഞാൻ ഈ മീൻകറിക്കകത്തോട്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഇട്ട് കൊടുത്ത് ടിപ്പുണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ശകലം പെരിഞ്ചീരകമാണ് കേട്ടോ. അതിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മീൻകറി ഒത്തിരി ഇടൽ കേട്ടോ, കഴിക്കും. അന്നേരം നമ്മൾ ആ പെരിഞ്ചീരകം ഒരു 3-4 എണ്ണം എടുത്തിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. അത് കണ്ടോ, ഇത്ര എടുക്കാവൂ കേട്ടോ, ഒരുപാട് എടുക്കല്ലേ. ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വഴറ്റിയിട്ട് പൊടികൾ വിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. അന്നേരം നമ്മുടെ മീൻ കറി റെഡിയാകും. ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെയാണ്. അന്നേരം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് പെരിഞ്ചീരകമാണ് ഇതിൻ്റെ മെയിൻ ടിപ്പ് കേട്ടോ. അന്നേരം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. തേങ്ങ വറുത്തരച്ച് മീൻകറി വെക്കുമ്പോഴും നമ്മളൊരു ശകലം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് അത് വറുത്ത് അരച്ച് മീൻകറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിനും കേട്ടോ. അന്നേരം നമ്മുടെ മീൻകറിക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റി എടുത്ത് വെക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കോവയ്ക്ക എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മെഴുക്കുവരട്ടി കൂടെ വെക്കാൻ വേണ്ടി. ഗ്രേവിയെല്ലാം നല്ലവണ്ണം വെട്ടി തിളച്ച് ഒന്ന് വറ്റി വന്നപ്പോഴത്തേന് ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അന്നേരം അയല ആയതുകൊണ്ട് വലിയ അയലയല്ലായിരുന്നു, ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ഇപ്പുറത്തോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 2-3 വറ്റൽമുളകാണ് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. കടുക് ഒന്ന് പൊട്ടിച്ചിട്ടാണ്. ചിലർ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമ്പം കടുക് പൊട്ടിക്കത്തില്ല. ഞാൻ എല്ലാ കറിക്കും കടുക് പൊട്ടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുക് പൊട്ടിക്കുന്നത്, കാണാൻ തന്നെ ഇഷ്ടമാണ്. അന്നേരം ഈ മെഴുക്കുവരട്ടിക്കും തോരനും എല്ലാം ഞാൻ കടുക് പൊട്ടിക്കും കേട്ടോ. ചിലർ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മെഴുക്കുവരട്ടിക്ക് കടുക് പൊട്ടിക്കുന്നത്. അന്നേരം ഞാൻ ഈ കോവയ്ക്കായ്ക്കകത്തോട്ട് നല്ല ചെറിയുള്ളിയാണ്, ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇത് വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടി വന്നപ്പോഴത്തേന് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇനി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞ് വരുവാണ് ഈ കോവയ്ക്ക കേട്ടോ. ഇതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കത്തില്ല. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മീൻകറി തണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും നമുക്ക് ഈ മീൻ വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അന്നേരം ഇന്നലെ ഇരുന്ന കുറച്ച് ചൂടയായിരുന്നു, അത് ഞാൻ വറുത്തിട്ടുണ്ട്. അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.